നിലമ്പൂർ ബൈപ്പാസ് പ്രഖ്യാപനം ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണ വിഷയമാക്കാൻ LDF. ബൈപ്പാസിനായി തുക പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് LDF നിലമ്പൂർ നഗരത്തിൽ പ്രകടനം നടത്തി. നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുമെന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറയാനാകുമെന്ന് LDF മണ്ഡലം കൺവീനർ E. പത്മാക്ഷൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം. ബൈപ്പാസ് റോഡ് പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ സംഖ്യയും മുഴുവൻ തുകയും അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി യാതൊരു തടസ്സവും ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിനില്ല. ഒരാൾക്കും ആശങ്ക ഉണ്ടാവേണ്ടതില്ല. അത് മനോഹരമായി പൂർത്തീകരിക്കും. നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാകും എന്നത് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്നാൽ അതിനോടുള്ള DCC പ്രസിഡന്റ് VS ജോയിയുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. നിലമ്പൂർ ബൈപ്പാസ് പ്രഖ്യാപനം വെറും പ്രഹസനമാണെന്നാണ് DCC പ്രസിഡന്റ് VS ജോയി വിമർശിച്ചത്. ഇതെല്ലാം ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പൊറാട്ട് നാടകമാണ്. ഇപ്പോഴത്തെ ബൈപ്പാസ് പ്രഖ്യാപനവുമായി ജനങ്ങൾക്കിടയിലേക്ക് വന്നാൽ വോട്ടിന് പകരം ആട്ട് കിട്ടുമെന്നും ജോയി പരിഹസിച്ചു. അതുകൂടി ഒന്ന് കേൾക്കാം. തീർച്ചയായും ഇത് വലിയൊരു പ്രഹസനം തന്നെയാണ്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പൊറാട്ട് നാടകം എന്നതിനപ്പുറത്തേക്ക് ഈ പ്രഖ്യാപനം നടപ്പിലാവാൻ പോകുന്നില്ല. ഇതുകൊണ്ടൊരു പ്രയോജനവും നിലമ്പൂർകാർക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ പണി പൂർത്തിയാവാത്ത പാലങ്ങൾ, പാതി വഴിയിൽ നിലച്ചുപോയ റോഡുകളുടെയൊക്കെ ഉദ്ഘാടനം തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബൈപ്പാസിൻ്റെ ഈ പ്രഖ്യാപനം ഇതൊക്കെ വെറും തട്ടിപ്പ് മാത്രമാണ്. ഇതുമായി ജനങ്ങൾക്കിടയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ടല്ല കിട്ടുക, മറിച്ച് ആട്ടായിരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത്. നമുക്കിപ്പം മുബഷിർ പി അക്ബർ ഉണ്ട്. മുബഷിർ പി അക്ബർ, ഈ അവസാന നിമിഷം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ ബൈപ്പാസിന് പണം അനുവദിച്ചത് ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. LDF അഭിവാദ്യം അർപ്പിക്കുന്നു, മറുഭാഗത്ത് കോൺഗ്രസ് ഇതിനെ നിശിതമായി വിമർശിക്കുന്നു. ബൈപ്പാസ് ചർച്ചയാവുമല്ലേ? തീർച്ചയായും അരുൺകുമാർ, ബൈപ്പാസ് തന്നെയായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്നുള്ളതാണ്. സമാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ മുൻപുണ്ടായ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. നേരത്തെയും 140 കോടി പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അതൊന്നും തന്നെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നിരുന്നില്ല. വലിയ പ്രതിഷേധം ഭൂമി വിട്ടുകൊടുത്ത ആ മേഖലയിലെ ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പുതിയ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം 227 കോടി രൂപ ബൈപ്പാസിന് പ്രഖ്യാപിച്ചത്. അക്കാര്യത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ മണ്ഡലം കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെയാകും. ഇന്നലെ നിലമ്പൂർ നഗരത്തിൽ LDFിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു പ്രകടനവും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നടക്കുകയുണ്ട്. ഇക്കാര്യത്തിൽ വിമർശനവുമായിട്ടാണ് DCC പ്രസിഡന്റും രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇത് പാസ്സാകുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. അരുൺകുമാർ.